തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് എന്ന സ്ഥലത്താണ് ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. 1964 കരുണാകര ഗുരു സ്ഥാപിച്ചതാണ് ഈ ആശ്രമം. ശിവഗിരി സന്യാസ സമൂഹത്തിൽ അംഗമായിരുന്നു കരുണാകര ഗുരു ആദ്യം. ഗുരു ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു മൊട്ടക്കുന്നായിരുന്നു. കുന്നിൻ മുകളിൽ ചെറിയൊരു പർണശാല കെട്ടിയായിരുന്നു ആദ്യകാലത്തെ പ്രവർത്തനം. ഇന്ന് ആയിരങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ആശാ കേന്ദ്രമായി ശാന്തിഗിരി വളർന്നിരിക്കുന്നു. സിദ്ധ മെഡിക്കൽ കോളേജ്, ജൈവ പച്ചക്കറി കൃഷി, കറി പൗഡർ യൂണിറ്റ്, നെയ്ത്ത് യൂണിറ്റ്, ആയുർവേദ മരുന്നുൽപാദന കേന്ദ്രം തുടങ്ങി നിരവധി സംരംഭങ്ങൾ ഇന്ന് ആശ്രമത്തിനുണ്ട്. ആശ്രമ വളപ്പിൽ 100 കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 4 സോണുകളായാണ് ആശ്രമം പ്രവർത്തിക്കുന്നത്. സ്പിരിച്വൽ സോൺ, ഹെൽത്ത് കെയർ സോൺ, അഗ്രികൾച്ചറൽ സോൺ, എഡ്യൂക്കേഷൻ സോൺ എന്നിവയാണവ. ആശ്രമത്തിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി 1,00,000 ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി നിർമ്മിച്ചിട്ടുണ്ട്. ആശ്രമ വളപ്പിനുള്ളിൽ വീഴുന്ന ഓരോ തുള്ളി ജലവും സംരക്ഷിച്ച് സംഭരണിയിലെത്തിക്കുന്നു. ആശ്രമത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസ്വി പറയുന്നു. നമുക്കറിയാം, കൃഷി ഇന്ന് വ്യാപകമായി വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജൈവ കൃഷിയുടെ സാധ്യത എന്ന് പറയുന്നത് പ്രയോഗവൽക്കരിക്കുവാൻ ആശ്രമത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട് ചേർന്നും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നും നമ്മൾ നേരിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് കൃഷി സംരംഭങ്ങൾ, ഹൈടെക് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പര്യാപ്തമായ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇന്ത്യയുടെ പരമ്പരാഗതമായ ചികിത്സാ സമ്പ്രദായങ്ങളായിട്ടുള്ള ആയുർവേദം, സിദ്ധവൈദ്യം, ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക, അതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പരിമിതപ്പെട്ടു പോകുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ നമ്മളുടെ ഈ കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ശാന്തിഗിരിയിലാണ്, ഇവിടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ അപാരമായ ചികിത്സാ സാധ്യതയെയും സിദ്ധവൈദ്യത്തിൻ്റെ അപാരമായ ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു ഇന്ത്യയുടെ തനതായ പൈതൃകപരമായ ഒരു ചികിത്സാ ശാസ്ത്രം ആശ്രമം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു 400-ൽ പരം ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു 150-ൽ പരം സിദ്ധമരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. ആശ്രമത്തിൻ്റെതായിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ബഹ്റിനും ദുബൈയിലും ബ്രസീലും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആശ്രമത്തിൻ്റെ ചികിത്സാ കേന്ദ്രങ്ങൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം സൗജന്യ നിരക്കിൽ ചികിത്സ കൊടുക്കുന്നുണ്ട്. സൗജന്യമായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. സന്ദർശകർക്ക് കൗതുകമുണർത്തിയ ആശ്രമത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന താമര രൂപത്തിലുള്ള പർണശാല ഏറെ ആകർഷകമാണ്. ശാന്തിഗിരിയിലെ ആത്മീയ ബിന്ദു കൂടിയാണ് ഇവിടം. മനഃശാന്തിക്കും ആത്മീയോത്കർഷത്തിനുമായി ഇവിടെ എത്തുന്നവർ ദീർഘനേരം പർണശാലയ്ക്കുള്ളിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഏകദൈവത്വത്തിലൂന്നിയ പരബ്രഹ്മ സങ്കല്പമാണ് ശാന്തിഗിരിയിലേത്. വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ലോട്ടസ് ടെമ്പിളിന്റെ വാസ്തുഭംഗി നയനാനന്ദകരമാണ്. മറ്റ് ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശാന്തിഗിരിയെ പ്രസക്തമാക്കുന്നത് ആശ്രമം കാത്തുസൂക്ഷിക്കുന്ന സാമൂഹികത കൊണ്ടുകൂടിയാണ്. തലസ്ഥാനത്തെ എല്ലാ സാമൂഹിക, സാംസ്കാരിക, മാനവിക കൂട്ടായ്മകളിലും സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയെ കാണാനാകും. ഇതിന്റെ അടിസ്ഥാനങ്ങളെപ്പറ്റി സ്വാമി പറയുന്നു. രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു ഒരു ബോധമാണ് പ്രത്യേകിച്ചും അവരെ ഭരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ പ്രവർത്തിക്കുന്നത് പോലെ, ഒരു സാമൂഹിക പരിഷ്കർത്താവ് പ്രവർത്തിക്കുന്നത് പോലെ, ഒരു സാംസ്കാരിക നായകൻ പ്രവർത്തിക്കുന്ന പോലെ, ഒരു എഴുത്തുകാരൻ പ്രവർത്തിക്കുന്ന പോലെ, സാധാരണക്കാരനും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവനും, ബുദ്ധിമുട്ടുന്നവനും, പാർശ്വവൽക്കരിക്കപ്പെടുന്നവനും, ദുഃഖിതവനും, രോഗം ബാധിച്ചവനും, അവൻ്റെയൊക്കെ ഇടയിലാണ് യഥാർത്ഥത്തിൽ സന്യാസിമാർ പ്രവർത്തിക്കേണ്ടത്. ആത്മീയതയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ മതാതീതമായി ഉണ്ടാകണമെന്നുള്ളൊരു ആശയമാണ് പ്രധാനമായും വ്യക്തിപരമായി ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അനുകരണീയമായ മാനവികതയായിരുന്നു കരുണാകര ഗുരു പുലർത്തിയിരുന്നത്. ശാന്തിഗിരിയിലും ആശ്രമത്തിന്റെ മറ്റു ശാഖകളിലും സന്ദർശകരായെത്തുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. ഇതിനാവശ്യമായ പച്ചക്കറി ആശ്രമം ഉടമസ്ഥതയിലുള്ള 25 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ 10 ഏക്കറിൽ പൂർണ്ണമായും ജൈവ കൃഷിയാണ് നടത്തുന്നത്. ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥർക്കായി ഞായറാഴ്ചകളിൽ വീക്കെൻഡ് ഫാമിംഗ് എന്ന പേരിൽ കൃഷിയും സംഘടിപ്പിക്കുന്നു. ആത്മീയത അരാഷ്ട്രീയമാവുകയും ക്രിമിനൽ വൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ കാലത്ത് ഇതൊക്കെയാണ് ശാന്തിഗിരിയെ പ്രസക്തമാക്കുന്നത്.